ഞാൻ വിളിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ കഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മളൊക്കെ ഹോട്ടലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമ്മുടെ ഉണ്ണി സാറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ വരും അദ്ദേഹം. ഇന്ന് ഈ പ്രമോഷനുള്ള കാര്യം ഓർത്തിട്ട് ഇന്നലെ പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. രാവിലെ മുതൽ ഇതിന്റെ കാര്യത്തിനായിട്ട് ഓടി നടക്കുക. ഹോള് ബുക്ക് ചെയ്യാനും അതിനും പരിപാടിയുണ്ട്. ഒരു ഇത്രയും സമയമായില്ലേ സാറേ? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഉണ്ണി സാർ ഒരു പ്രമോഷനും പോവാറില്ല. ഇതിപ്പോ ഞാൻ നിർബന്ധിച്ച് കയ്യും കാലും പിടിച്ചതിന്റെ പേരിലാണ് വരാന്ന് പറഞ്ഞത്. അതിന്റെ കാര്യം എന്താ? ഇയാൾ അഭിനയിച്ച സിനിമയല്ലേ? സമയമില്ല എന്ന് പറഞ്ഞ ഇത്രയും കാശ് ഞാൻ അയാൾക്ക് കൊടുത്തതാ ഈ സിനിമയുടെ കാര്യത്തിന്. അപ്പൊ കാശ് അങ്ങോട്ട് മേടിച്ചു. അപ്പൊ കാശ് മേടിക്കൽ മാത്രമേ ഉള്ളൂ. സാർ വരും, എന്തായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ വരും. ഡേറ്റ് ഇല്ല. ഇത് 2023 അല്ലേ? 2034 വരെ ഡേറ്റ് ഇല്ല. അത് ഹോളിവുഡ് സ്റ്റൈൽ സിനിമയിൽ നിന്ന് ശംഭൂരാന്റെ യാത്രകൾ എന്ന് പറഞ്ഞു ഞാനാണ് നായകൻ. അത് 1 വർഷം ഡേറ്റ് കൊടുത്തല്ലോ. നിങ്ങൾ മരിച്ചു പോകുന്നു അതിനുള്ളിൽ. നിങ്ങളെ മകനെ കൊണ്ട് ചെയ്യിക്കാല പടം. ഞാനുണ്ടാവുമല്ലോ. അതെ, 3 ഫ്ലക്സ്, 30 ഫ്ലക്സ് വെക്കേണ്ട സ്ഥലത്ത് 3 ഫ്ലക്സ്. അല്ല സാറേ, തിയേറ്ററിൽ നമ്മൾ മൊത്തം വെച്ചിട്ടുണ്ട്. ഇതിപ്പം പത്രസമ്മേളനത്തിലേക്ക് സാർ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ഉണ്ണി സാറ് എത്തിച്ചേർന്നു. വർമ്മയുടെ വരവ് എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളെല്ലാം വന്നിരിക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡയറക്ടർ മൊയ്തു, അതുപോലെ ഉണ്ണി സാറിനെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇല്ല. ഇത് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ശീതളൻ സാറ്, കോട്ടയംകാരനാണ്. അതുപോലെ ഞങ്ങളുടെ നായിക ദമയന്തി. അപ്പോൾ ഇത് എൻ്റെ 18ാമത്തെ സിനിമയാണ്. ഈ സിനിമ എൻ്റെ സ്വപ്നമാണ്. കാരണം വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കഥയാണിത്. അപ്പം ഈ കഥയിൽ ഉണ്ണി സാറ് തന്നെ നായകനാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നത്. 2 വർഷം മുമ്പാണ് ഞാൻ അദ്ദേഹത്തോട് കഥ പറയുന്നത്. കഥ കേട്ട ഉടനെ അദ്ദേഹം എനിക്ക് ഡേറ്റ് തരികയായിരുന്നു. വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളെ കുറിച്ചൊക്കെ ഒരു പരാതിയുണ്ട്. ന്യൂ ജനറേഷൻ സിനിമയിൽ അച്ഛനില്ല അമ്മയില്ല എന്നുള്ളൊരു പരാതി. ആ പരാതി ഞങ്ങളുടെ സിനിമയിലില്ല. കാരണം ഈ സിനിമയിൽ നായകന് 2 അച്ഛനാണ്, നായികയ്ക്ക് 2 അമ്മയാണ്. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ്. ഞാൻ ഈ കഥയുമായിട്ട് ഒരുപാട് പ്രൊഡ്യൂസർമാരുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. പക്ഷേ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചത് ശീതളൻ സാറിനാണ്. പിന്നെ നിങ്ങളൊക്കെ ചോദിക്കാം, എന്താണ് ഇപ്പോൾ സാറിൻ്റെ മറ്റുള്ള സിനിമയിൽ നിന്ന് ഈ സിനിമയ്ക്കുള്ള പ്രത്യേകത, പുതുമ എന്താണെന്ന്. ഈ പുതുമ എന്ന് പറയുന്നത് ഞാനും ഉണ്ണി സാറും ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പുതുമ. അതുപോലെ ഞങ്ങളുടെ നായികയായിട്ട് ദമയന്തി വന്നുള്ളതും മറ്റൊരു പുതുമയാണ്. അപ്പം എന്തായാലും സിനിമ മറ്റന്നാൾ റിലീസാണ്. അതിന് മുന്നോടിയായിട്ടാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി സിനിമയെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ണി സാറേ, കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രയാൻ വിക്ഷേപണത്തിന്റെ വിജയം രാജ്യം മുഴുവൻ ആഘോഷിച്ച സമയത്ത് ഉണ്ണി സാറിന്റെ ഫേസ്ബുക്ക് പേജിൽ മാത്രം ഒന്നും എഴുതി കണ്ടില്ല. എന്താ അത്? റൂട്ട് മാറി പോകുന്നുണ്ടോ? ചന്ദ്രയാൻ റൂട്ടൊന്നും മാറിയിട്ടില്ല, കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തതാണ്. അതെ, ഒട്ടും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. അപ്പോൾ ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല. ഇപ്പൊ പ്രതികരിക്കാലോ, ഇപ്പൊ അതിനുള്ള സമയമാണല്ലോ. അതെ, ഒരു മിനിറ്റ് സുഹൃത്തെ, നമ്മളിപ്പോ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇരിക്കുകയാണല്ലോ. അല്ല, ഒരു നടൻ എന്ന് പറയുന്നത് സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്. അതെ, അത് നമുക്ക് ഇവിടെ 1 മണിക്കൂറുള്ളൂ. ഈ സിനിമയുടെ പ്രൊമോഷൻ നടക്കണ്ടേ? ഞങ്ങൾക്ക് ഇപ്പൊ അതിനു വേണ്ടിയാണ് അങ്ങനെയുള്ള നമുക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാനേ വളരെ നന്നായി. ഈ മരം കൊത്തി സഹദേവൻ എന്ന് പറയുന്ന സിനിമയുടെ പൂജാവേളയിൽ ഉണ്ണി സാർ ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരുന്നല്ലോ. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉണ്ണി സാറിന്റെ കാറിൽ കണ്ട സ്ത്രീ ആരാണ്? ക്യാമറ വഴി കണ്ടതാണല്ലോ. അത് താങ്കളുടെ ഭാര്യയാണോ
അതോ മറ്റാരെങ്കിലും ആണോ? ഞാനിപ്പോൾ അവിടെ പറഞ്ഞു നിങ്ങളോട്, വീണ്ടും നിങ്ങളത് ആവർത്തിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വർമ്മയുടെ വരവ് എന്ന സിനിമയുടെ പ്രൊമോഷനായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഒരു നടൻ എപ്പോഴും ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളാണ്, പല കാര്യങ്ങളും സംസാരിക്കണമല്ലോ. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, അവിടെ ഉള്ള അധ്വാനം ഉണ്ടാക്കിയ കാശ് മുഴുവൻ ചെലവഴിച്ചിട്ട് സിനിമ എടുത്തിട്ട് അതിന്റെ ഒരു പ്രമോഷനാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അതായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. എന്റെ ചോദ്യം ഉണ്ണിസാറിനോടാണ്. കോടതി ഈ അടുത്തിടെ വെടിക്കെട്ട് നിരോധിക്കുകയുണ്ടായി. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് മോളെ, ഇതുവരെ പറഞ്ഞത് മോക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? ഈ സിനിമയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുങ്ങള്, അല്ലാതെ അദ്ദേഹത്തിന് വ്യക്തിപരമായുള്ള ചോദ്യം അത് നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് അദ്ദേഹത്തോട് ചോദിക്കൂ. സർ, അതുപോലെ തന്നെ പോണ്ടിച്ചേരിയിൽ നിന്നും ടാക്സ് വെട്ടിച്ചുകൊണ്ട് സർ ഒരു ഓഡി കാർ സ്വന്തമാക്കിയെന്ന് കേട്ടല്ലോ. അതിനെ കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആരാണ് പുറത്ത് കാത്തിരിക്കുന്നത്? തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. പോലീസ് ടാക്സ് പിടിക്കും, ബഹിരാക്കും, എന്താണ് നിങ്ങളെ തല്ലിപ്പണി ചോദ്യം ഉത്തരം പറയാൻ? നിങ്ങൾ ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊമോഷൻ വന്നത്. ഞാൻ പ്രൊമോഷൻ വേണ്ട ആളല്ല. നിങ്ങൾ എന്താണെന്ന് വിചാരിച്ച് ആരാ നിങ്ങൾ പുറത്തെ കാത്തു നിൽക്കുന്നത്? നിങ്ങൾ ഒരാൾ പറഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് ഞാൻ വന്നത്. സോറി സർ. എന്ത് സോറി? ഇരിക്കും സാർ പ്ലീസ്, എനിക്ക് ഒന്ന് സംസാരിക്കാമല്ലോ. സംസാരിക്കും സർ. ചോദിക്കാനുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചിരിക്കും സർ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ജോലിയാണ്. പറയുന്നത് കേൾക്കൂ പ്ലീസ്. നിങ്ങൾ ഒരു സിനിമയുടെ പ്രൊമോഷൻ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വയലന്റ് ആവില്ല പ്ലീസ്. അല്ല സർ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഉണ്ണി സാർ, നിങ്ങൾ വിളിച്ചിട്ട് വന്നവരാണ് എങ്കിൽ സാർ, ഉണ്ണി സാർ പ്ലീസ് പ്ലീസ്. ഒരു കഷ്ടം. അല്ല, ഇത് ഞാൻ ഒരു ആവർത്തിച്ച് 2-3 തവണ ഞാൻ പറഞ്ഞില്ല സുഹൃത്തുക്കൾ. ഞാനും പറഞ്ഞില്ല നിങ്ങളടുത്ത്. അയാൾ ഇങ്ങനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനം വേണ്ടേ? നിങ്ങൾ ആവർത്തിച്ച് പിന്നെയും ചോദിച്ചുകൊണ്ടാണ് അയാൾ അത്രയും വയലന്റ് ആയത്. ഒന്ന് സഹകരിക്കും. തൽക്കാലം നമ്മളിതൊന്ന് ബ്രേക്ക് ചെയ്യാണ്. പുറത്തെ റൂമിൽ ചായ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാവരും ചായ ഒന്ന് പോയി കുടിക്കും. പത്രക്കാർ പലതും ചോദിക്കും, ഇത് നമ്മുടെ സിനിമയുടെ പ്രമോഷനാണ്. ആ സമയത്തൊന്ന് ആത്മസംയമനം പാലിച്ച് സംസാരിക്കണ്ടേ? ഇപ്പൊ നമ്മളൊക്കെ സംസാരിച്ചല്ലോ. ഇത്രയും ബഹളമുണ്ടാക്കേണ്ട കാര്യം എന്താ? സാറേ, ചോദ്യങ്ങളൊന്നും നമ്മളോടായിരുന്നില്ലല്ലോ, എല്ലാം അദ്ദേഹത്തോടായിരുന്നില്ലേ? അതാണ് അദ്ദേഹത്തിന് പ്രകോപിതനാക്കിയത്. ഞാൻ പറയണത്, ഇത്രയും പൈസ ചെലവാക്കി ഞാൻ ഒരു പടത്തിന്റെ പ്രമോഷന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടുമ്പോൾ ആ സാഹചര്യം മനസ്സിലാക്കി പെരുമാറുള്ള ഒരു ഇത് വേണ്ടേ? പറയാം സാർ. ആ, അപ്പൊ പ്രതീക്ഷ, ഞാൻ എപ്പോഴും വിളിക്കുന്നു, ഫോൺ എടുക്കണ്ടേ? ആ, അതെ, നമ്മള് സരിത സൗദി സംഗീതയില് അവിടെ ആളിനെല്ലാം അറേഞ്ച് ആക്കിയിട്ടില്ലേ? ഇത് എല്ലാം നല്ല റിവ്യൂസേ പറയിപ്പിക്കാവൂ. ഇന്നലെ ചില്ലറയ്ക്കല്ല കള്ളു കുടിച്ചത്, ഞാൻ ചെലവ് ചെയ്തത്, മറക്കണ്ട. ആ, പിന്നെ PR ആളെ കിട്ടിട്ടുണ്ടല്ലോ. ആ, ഓക്കെ ഓക്കെ. ഞാൻ സാനിയല്. ആ, ഇവിടെ ഇപ്പം ഷോ കഴിയാറായി. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ശരി, നീ വെച്ചോ. അതെ, നമ്മളെ പ്രൊഡ്യൂസർ വിളിക്കുന്നു. ആ സാറേ, സാറേ, പടം കഴിയാറായി. ആ, ടെൻഷൻ അടിക്കല്ലേ സാറേ. PRO മന്മഥനൊരു പടം ഏറ്റു കഴിഞ്ഞാൽ അത് അതിന്റെ രീതിക്ക് കൊണ്ടാക്കി തരും. സാറ് ടെൻഷൻ വേണ്ട. ആ, എല്ലാ അറേഞ്ച്മെന്റ്സ് ആക്കിയിട്ടുണ്ട്. സിനിമ കഴിയാറായി സാറേ. ഇന്നിപ്പം നോക്കിയോ, ഈ ഷോ കഴിഞ്ഞു കഴിഞ്ഞാൽ റിവ്യൂസ് എല്ലാം നമ്മൾ ഫേസ്ബുക്കിൽ കയറ്റി വിടും. ഇന്നത്തെ ഇതിപ്പോ ഈ ഷോയ്ക്ക് ഇച്ചിരി ആള് കുറവാണ്. അത് ടെൻഷൻ വേണ്ട. ഇപ്പം നമ്മൾ മറ്റു തിയേറ്ററിൽ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ റിവ്യൂസ് എല്ലാം കൂടെ ഇപ്പം നമ്മൾ നമ്മുടെ പേജിലൂടെ അങ്ങ് ഷെയർ ചെയ്യും. അപ്പോഴത്തേക്കും പിന്നെ ബാക്കി ഓളം ഉണ്ടാവും. ബാക്കി ഇന്ന് മാറ്റണിയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും ഒക്കെ ഫുൾ ആയിരിക്കും സാറേ. PRO മന്മഥനാണ് പറയണത്. സാറ് ധൈര്യമായിട്ട്, നമ്മളിത് ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു പടം ചെയ്യണോണ്ടാ സാറേ. ഇപ്പൊ ഇത് കഴിയുമ്പോൾ അടുത്ത പടം ഇനി സാറ് ചെയ്യണം. എല്ലാ പടം എന്നെ തന്നെ ഏൽപ്പിക്കും. ടെൻഷൻ വിട് സാറേ, ടെൻഷൻ വിട്, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ സാർ, ഓക്കെ. പ്രൊഡ്യൂസർമാർക്ക് എന്ത് ടെൻഷൻ ഇത്, നമ്മൾ അനുഭവിക്കുന്ന ടെൻഷൻ. അപ്പൊ ഷോ വിടാറായിട്ടുണ്ട്. അറിയാലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാണല്ലോ. നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ എല്ലാം നമ്മുടെ ടീമായിരിക്കും. അവരോടൊക്കെ ധൈര്യമായിട്ട് ചോദിച്ചോ. സിനിമയെ കുറിച്ച് മാക്സിമം പരമാവധി പിന്നെ എല്ലാം ബൂസ്റ്റപ്പ് ചെയ്തോളണം. ഡയറക്ടറെയും കാര്യങ്ങൾ ചോദിച്ചോണം. പിന്നെ നമ്മുടെ ഹീറോയിനെ പറ്റി എല്ലാം ചോദിച്ചോണം. ഇനി ആരെങ്കിലും അഥവാ നെഗറ്റീവ് പറയാം, കുറച്ചെല്ലാം ആൾക്കാർ കയറിയിട്ടുണ്ട്. അഥവാ പറഞ്ഞാല് അവര് അത് പറയാതെ വിടുക, അല്ലെങ്കിൽ അത് സ്കൂട്ട് ചെയ്തിട്ട് അടുത്ത നമ്മുടെ നാട്ടിലോട്ട് പോവുക. പറയല്ലേ, എന്റെ പ്രസിഡന്റ് പ്രശ്നമാണ്. വൈകിട്ട് പാർട്ടി കാര്യമായിട്ട് ചെയ്യും. സെറ്റ് ചെയ്യാം.
പടം വിടാറായില്ലേ കേട്ടോ? ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ സൂപ്പർ സൂപ്പർ സൂപ്പർ. പഴയകാല സിനിമയെക്കാളും നോക്കുമ്പോ എല്ലാ നടീനടന്മാരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇനി 5-6 വട്ടം കാണുന്ന ആഗ്രഹമുണ്ട്. സമയം ഉണ്ടെങ്കിൽ ഇനി വന്ന് കാണും. സൂപ്പർ സൂപ്പർ. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ചേട്ടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി സൂപ്പർ. വർമ്മയുടെ വരവ് തകർത്തുണ്ട്. ഉണ്ണിയേട്ടൻ സൂപ്പർ ആക്കിയിട്ടുണ്ട്. ദമയന്തി അതെ, പാട്ടൊക്കെ സൂപ്പറാ അല്ലെ, ക്യാമറ വർക്ക് ടെക്നീഷ്യനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്. ഇടിയാണ്, അത് സഹിക്കാൻ പറ്റില്ല. നോക്കി ഞാൻ അടുത്ത ഷോട്ട് കൊണ്ട് ടിക്കറ്റ് എടുക്കാൻ പോവാ. വിദേശത്ത് ചിത്രീകരിച്ച ഗാനങ്ങളൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. ഒക്കെ 100% കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടാ അടിപൊളി. ഓക്കെ ചേട്ടാ. വർമ്മയുടെ വരവ് സൂപ്പർ. ഡയറക്ടറുള്ള മൊത്തമുള്ള സൂപ്പർ ആയിട്ട്. ഓക്കെ ചേട്ടാ, താങ്ക് യു. പിടിച്ചോ, എല്ലാം നമ്മൾ ടീം പിടിച്ചോ. നമ്മുടെ സിനിമയിലെ നായിക ദമയന്തി വരുന്നുണ്ട്. മാഡം എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ സിനിമയിലെ എക്സ്പീരിയൻസ്? വളരെ ഫുൾഫില്ലിംഗ് ആയിരുന്നു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡയറക്ടർ സാറാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സാറാണെങ്കിലും ഉണ്ണി സാറ് പ്രത്യേകിച്ച് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് പറയാനായിട്ട്. എന്നെ ഒരുപാട് സിറ്റുവേഷൻസിൽ എന്നെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ താങ്ക്ഫുൾ, സോ ഗ്രേറ്റ്ഫുൾ, സോ താങ്ക് യു. താങ്ക് യു. പുതുമുഖ നായിക ദമയന്തി ആനന്ദാശ്രു പൊഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അച്ചോട്ടാ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നത്. സൂപ്പർ, ഒന്നും പറയാനില്ല. അതിന്റെ ഡയറക്ഷൻസ് ആയിട്ട് സൂപ്പർ, അതിന്റെ ഛായാഗ്രഹണം സൂപ്പർ, ടെക്നിക്സ് ആയിട്ട് എല്ലാം സൂപ്പർ, ഒന്നും പറയാനില്ല. ഞങ്ങൾ 2 മണിക്കൂർ ഞങ്ങൾ എൻജോയ് ചെയ്തു. താങ്ക് യു. ചേച്ചി സിനിമ എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ, ചേട്ടൻ്റെ അഭിനയം നല്ല. അല്ലേ, താങ്ക് യു. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ മൊയ്തുവിന്റെയും ശീതളിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ സിനിമ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പടം അത്ര കണ്ടങ്ങ് കയറിയിട്ടില്ല. കാരണം ഒരുപാട് മികച്ച സ്റ്റാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്കാണ് പടം കയറി വരികയാണ്. അപ്പോൾ ക്ലൈമാക്സ് എത്തുമ്പോഴാണ് 2 മണിക്കൂർ ഈ പടം ഇന്റർവെൽ ഇല്ലാതെ കാണണമെന്ന് ആഗ്രഹിച്ചവരാണ്. ഒരുപാട് മനോഹരമായ പടങ്ങൾ ഇനിയും ഈ കൂട്ടുകെട്ടിൽ പിറക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രോത്സാഹിപ്പിക്കേണ്ട സിനിമയാണ്. മനോഹരമായ പോപ്കോൺ, നല്ല AC, സുന്ദരായിട്ട് കിടന്നുറങ്ങാം. നല്ല ഏസിയാണ്. എന്ത് പാടാന്ന് മലയാളത്തിന് നല്ലൊരു നടിയെ കൂടി ഇതിനകത്തൂടെ ഒരുപാട് കലാമൂല്യമുള്ള സിനിമകൾ കൊല്ലേന്നിടാ. സാധാരണക്കാരൻ പൈസ കളയുന്ന സാധാരണക്കാരന്റെ പൈസ കളയുന്നു. ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനെയാ സിനിമ എടുക്കുക? എന്ത് പടായത്? ഒന്നും പറയണ്ട, എന്ത് ചാളിപ്പടം. അതെ, എന്തുണ്ടെങ്കിലും നമുക്ക് വരിക. നിങ്ങൾക്ക് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് പൈസ മേടിച്ചു. എനിക്ക് പൈസ ഒന്നും വേണ്ട. എന്തിനു എനിക്ക് പൈസ? ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ ആരാണെന്നറിയാ? ലക്ഷക്കണക്കിന് കാണികളുണ്ട് എനിക്ക്. ആൾക്കാർ കേൾക്കട്ടെ. ആൾക്കാർ കേൾക്കണമെന്ന്. ഈ ചാളിപ്പടം കാണാൻ ആൾ വരരുത്. നിങ്ങളൊന്ന് സിനിമ കാണാൻ നിൽക്കും. നിങ്ങളൊന്ന് പോട്, വെറുതെ കാശ് കളയണ്ട. ഇത് വെറും ചാളിപ്പടം. ഫസ്റ്റ് ഹാഫ് മഹാലാഗ്, സെക്കൻഡ് ഹാഫ് മഹാ ബോറ്. ആകെപ്പാടെ ഒരു കിട്ടുന്നത് ഇതാണ് ഇന്റർവ്യൂ അല്ല, മഹാബോറാണ്. എന്തിനു കാണും? ഞാൻ ഇന്ന് തന്നെ ഈ പടത്തിന് റിവ്യൂ എഴുതുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് വന്നോ ഈ സിനിമ? ഹലോ ഗൈസ്, നമസ്കാരം. പാരീസ് ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പാരീസ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്, കൂതറപ്പടം. ഹലോ ഗൈസ്, നമസ്കാരം. പാരീസ് ഫിലിം റിവ്യൂവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന് റിലീസായ പാൻ ഇന്ത്യൻ സിനിമ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പാരീസ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്. പറയാതിരിക്കാൻ നിവർത്തില്ല ഗൈസ്, കൂതറപ്പടം. അട്ടർ ഫ്ലോപ്പ്. 2.25 മണിക്കൂർ വേസ്റ്റായി എന്ന് പറയുന്നതല്ലാതെ വർമ്മയുടെ വരവ് എന്ന ചിത്രത്തെക്കുറിച്ച് പറയാൻ വേറെ വാക്കുകളില്ല. മലങ്കൾട്ട് ഡയലോഗുകളും ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിട്ട് കൂതറ ഡയലോഗുകളും കുത്തു നിറച്ചുകൊണ്ടുള്ള അസഹനീയമായ ഒരു ബോംബ് ചിത്രമായി മാറിയിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന വർമ്മയുടെ വരവ്. ഇതിലെ നായക കഥാപാത്രം ചെയ്യുന്ന ഉണ്ണിയേട്ടന്റെ ബിൽഡപ്പിൽ ഹെലികോപ്റ്ററിൽ വന്നിരുന്ന് ഹെലികോപ്റ്ററിന് ഉള്ളിൽ നിന്നും ചാടുന്ന ഒരു രംഗമുണ്ട്. വളരെ സ്റ്റൈലായിട്ട് മുന്നിൽ നിന്നുകൊണ്ട് കൂതറ തറ വർത്താനം പറയുന്ന പോലത്തെ ഡയലോഗ് വിട്ടിട്ട് എന്റെ പൊന്നേ സഹിക്കാനൊക്കുന്നില്ല. പിന്നെ ഉള്ളത് നായിക കഥാപാത്രം ചെയ്യുന്നത് അയ്യപ്പനും വാവരും എന്നുള്ള സിനിമയിൽ
കുട്ടിയുടെ വേഷം ചെയ്ത ദമയന്തിയെ എന്തൊക്കെയോ വെച്ച് കെട്ടി അദ്ദേഹത്തിന്റെ ചെറുമോളാകാൻ പ്രായമുള്ള ഉണ്ണിയേട്ടൻ വന്നിട്ട് ഡാൻസ്. ഈ ദമയന്തിയാണെങ്കിൽ ഒന്ന് അഭിനയിക്കാൻ പോയിട്ട് ചത്ത അയിലയുടെ കണ്ണ് പോലെ ജീവനില്ലാത്ത കണ്ണും ചോക്കടിപ്പിച്ചാൽ പോലും എക്സ്പ്രഷൻ വരാത്ത ഒരു മുഖവും വെച്ചിട്ട് നിന്നുള്ള എന്റെ പൊന്നോ ഇങ്ങനെ ഒരു അഭിനയം. ആ അഭിനയം കണ്ട് എന്റെ സൈഡിൽ കാഴ്ചക്കാരായി 3-4 ഫാമിലി ഇരിപ്പുണ്ടായി. അവരുടെ കൂർക്കമ്പലി ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊക്കെയാണ് മാച്ചായിട്ട് എനിക്ക് തോന്നി. സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്ത് സ്വപ്നം കാണുന്ന പോലത്തെ ഒരു ഡാൻസ് മലേഷ്യയിലും ആഫ്രിക്കയിലും ഒക്കെ പോയി ഷൂട്ട് ചെയ്ത ആ പാട്ടിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ നിങ്ങളത് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ബോധോദയം ഉണ്ടാവും. നമ്മൾ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കുന്ന 150 രൂപ മുടക്കി ഇതുപോലത്തെ ഒരു ശിക്ഷ അനുഭവിക്കാൻ ചെല്ലരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത്രയും വധം പടമാണ് ഇവിടെ മൊയ്തു എന്ന ഒരു സംവിധായകൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. ഈ മൊയ്തു ഏതെങ്കിലും ഒരു ഫിലിം ഷൂട്ടിംഗ് നടക്കുന്ന ഒരു ലൊക്കേഷനിലെങ്കിലും പോയി തലയിട്ടൊന്ന് എത്തി നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ഒരു പടം പടച്ചു വെച്ചിരിക്കുന്നു. ഇതിന്റെ പ്രൊഡ്യൂസർ ശീതളനെന്നോ മറ്റോ ഒരു ശീതളൻ എന്ന് പറഞ്ഞൊരു പാവപ്പെട്ടവനാണ്. ഇതിന്റെ ഒരു വേദനിക്കുന്ന കോടീശ്വരനാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. ഈ മൊയ്തുവിന്റെ വാക്കും കേട്ട് ഇത്രയും കോടി രൂപ മുടക്കാൻ ഇറങ്ങിക്കുന്ന ഈ ശീതളനൊക്കെ ഈ പടം റിലീസായതിനു ശേഷവും ജീവിച്ചിരിപ്പുണ്ടെന്ന് തന്നെ അറിയുന്നത് അത്ഭുതമാണ്. അദ്ദേഹം ഈ പടം പിടിച്ച കാശിന് കുറെ പാവപ്പെട്ട സാധുക്കൾക്ക് കഞ്ഞി വാങ്ങിക്കൊടുത്തെങ്കിൽ അവരുടെ പ്രാർത്ഥനയെങ്കിലും ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടായതിന്. അത്രയും വൃത്തികെട്ട ഒരു പടമാണ് വർമ്മയുടെ വരവ് എന്നും പറഞ്ഞ് പടച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ വേലയെടുത്ത കാശ് കൊണ്ടുപോയി ഈ പടം കാണുന്നതിലും ഭേദം നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ആ പൈസക്ക് വീട്ടിൽ വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത എല്ലാവർക്കും സന്തോഷമായിട്ടിരുന്ന് തിന്ന. അല്ലാതെ ഒന്നും ഈ പടത്തിനെ കുറിച്ച് പറയാനില്ല. ഒരു വില്ലനുണ്ട്, നമ്മുടെ ഉണ്ണിയേട്ടൻ ഇടിക്കുന്ന ഒരു വില്ലൻ, കാക്ക ഷോക്കടിച്ച പോലത്തെ ഒരു വിഗും ചാക്കവള്ളി ഫെവിക്കോളിൽ മുക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലത്തെ താടിയും. എൻ്റെ ദൈവമേ, ആരാണ് ഇതിന്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്? ഇതുപോലെ മലയാളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയും നാറിയ ഒരു പടം റിവ്യൂ പറയാൻ പോലും എനിക്ക് അപമാനം തോന്നുന്ന രീതിയിലുള്ള പടമാണ് ഈ വർമ്മയുടെ വരവ്. ഇനി ഈ വർമ്മയുടെ വരവ് കാണാൻ ആരെങ്കിലും തിയേറ്ററിലോട്ട് വരുമോന്ന് നമുക്ക് കണ്ടറിയാം. ഇത്രയും വൃത്തികെട്ട ഒരു പടത്തിന് മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്രയും വൃത്തികെട്ട ഒരു പടം ഇനി നമ്മുടെ മലയാളത്തിൽ ഇറങ്ങാനില്ല എന്നാണ്. ഇതിന് ഞാൻ ആവറേജ് ഒരു 10-ൽ 1/2 മാർക്കാണ് എൻ്റെ റേറ്റിംഗ്. അപ്പൊ അടുത്തൊരു പടത്തിന്റെ റിവ്യൂമായി വീണ്ടും വരാം. ഓക്കെ.